ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ബേസിൽ ജോസഫ് നസ്രിയ സ്റ്റാറിംഗ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുകയാണ്. സൂക്ഷ്മദർശിനി അഥവാ അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്ന ആൾ, അതാണ് അതിൻ്റെ സംഭവം. MC ജിതിൻ എന്ന് പറയുന്ന ആളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുൽ രാമചന്ദ്രനും ഒരു ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ശരൺ വേലായുധൻ നായർ, ഗംഭീര സിനിമാറ്റോഗ്രഫി ആയിരുന്നു, ലവ്ഡ് ഇറ്റ്. മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ ഒരു ഫാൻറ്റസി ഹാരി പോട്ടർ സാധനം പോലത്തെ ഒരു സാധനമൊക്കെയാണ് ഈ സാധനത്തിൽ പിടിച്ചേക്കണം ഈ പടത്തിൽ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇത് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്, വെൽ എഡിറ്റഡ്. ആൻഡ് കാസ്റ്റിംഗ് പറയാനാണെങ്കിൽ നമ്മുടെ മെറിൻ ഫിലിപ്പ് ഉണ്ട്, അതുപോലെ നസ്രിയ, ബേസിൽ, പിന്നെ നമ്മുടെ ആതിര രാജീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരിയാണ്, പുള്ളിക്കാരി ഈ സിനിമയിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. പൂജ മോഹൻ രാജ്, ദീപക് പറമ്പൂള്, സിദ്ധാർത്ഥ് ഭരതൻ ഗംഭീരമായിട്ടുണ്ട്. കോട്ടയം രമേശ്, അഖില ഭാർഗവൻ, ജയ കുറുപ്പ്, ഇതൊരു അമ്മച്ചിയായിട്ടൊക്കെ ഒരു അമ്മയെ കൊണ്ട് കേട്ടോ. പുള്ളിക്കാരിയൊക്കെ വേറെ ലെവലായിരുന്നു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാടെ. ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കട്ട ഒരു ത്രില്ലർ ഐറ്റം. അതിൽ അവർ കുറേ ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെയാണ് പിടിച്ചിട്ടുണ്ട്. വളരെ ഡാർക്കായിട്ടുള്ളൊരു സിനിമയാണ്. സോ ഞാൻ എടുത്തു പറയണം അതൊന്നും കൂടെ, ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഡാർക്കാണ് ഈ പടം. ആൻഡ് നല്ല രസമായിട്ടൊക്കെ ഞാൻ ഒരു സിനിമ എന്നൊരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഒരു കഥ എന്ന് നോക്കുമ്പോൾ നമുക്കിതിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രസമായിട്ട് ഇരുന്ന് കാണാൻ പറ്റും. ട്വിസ്റ്റുകളും ടേണുകളും, അതിലൊരു ട്വിസ്റ്റ് നമുക്ക് ഒബ്വിയസ് ആയിട്ട് നമുക്കത് മനസ്സിലാവും, ലൈക്ക് ഇതത് തന്നെയാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു സാധനം എല്ലാം കൂടെ ഒന്ന് കൊണ്ട് കൺക്ലൂഡൊക്കെ ചെയ്യുന്നതൊക്കെ ഗംഭീരമായിട്ട് തന്നെ തോന്നി. ഞാൻ ഒരു ഓൾ ടുഗെദർ നല്ലൊരു ത്രില്ലർ സിനിമ തന്നെയാണ് ഈ പടം. ആൻഡ് നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്തിരുത്തുന്നുണ്ട്. ഞാൻ ആസ് എ ഫിലിം ഇറ്റ് ഈസ് വെരി ഗുഡ്. എനിക്ക് നസ്രിയ ഈ ഒരു ക്യാരക്ടറിൽ ആപ്റ്റാണോ എന്നുള്ളൊരു ഐ ഡോണ്ട് നോ മാൻ. എനിക്ക് വർക്കൗട്ട് ആവാത്തൊരു പാർട്ട് അതാണ്. ലൈക്ക് പുള്ളിക്കാരി ഇസ് ടു ക്യൂട്ട് ഫോർ ദിസ് റോൾ എനിക്ക് ഫീൽ ചെയ്ത്. പുള്ളിക്കാരി രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടാണ്. പക്ഷേ അവസാനത്തെ ഒരു സാധനമൊക്കെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി അതങ്ങനെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് തോന്നി. അങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഒരു പവർ പാക്ഡ് സാധനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നസ്രിയ അല്ലാതെ തന്നെ കുറച്ചും കൂടെയൊക്കെ ഇപ്പോൾ അവർക്ക് ഒരു സൺഷെയ്ഡ് സീൻ ആയതുകൊണ്ടൊക്കെ വന്നുകൊണ്ടായിരിക്കാം. ബട്ട് എനിവേസ് ഞാൻ പറയാം, ഒരു പടം എന്നുള്ള രീതി നോക്കുമ്പോൾ ബേസിലിൻ്റെയൊക്കെ ക്യാരക്ടറും എല്ലാം ഗംഭീരമാണ്. ആസ് എ ഫിലിം ഇറ്റ് ഈസ് വെരി ത്രില്ലിങ്, ഇറ്റ് ഈസ് വെരി ഫൺ, ഇറ്റ് ഈസ് ഗുഡ്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ അടിപൊളിയായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. പുള്ളി അത് കലക്കി കേട്ടോ, ക്യാരക്ടർ ഒരു സംഭവമായിട്ടുണ്ട്. പക്ഷേ അവസാനമായിട്ട് എനിക്കത് പറയാനുള്ളൊരു കാര്യം, കണ്ടവൻ്റെ വീട്ടിൽ എന്താണ് നടക്കണതെന്ന് തലയിടല് കേട്ടോ. എനിക്കുള്ള കാര്യം ഞാൻ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴക്കോ അടിയോ ഒരു നിലവിളിയോ കേൾക്കണമെങ്കിൽ പോലീസിനെ വിളിക്കുക. അതാണ് നമ്മുടെ ജോലി, നമ്മളുടെ അതാണ്. അങ്ങനെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കോൾ ദ കോപ്സ്, ഗിവ് ദം ദ ഡ്യൂട്ടി. ഈ സിനിമയിലൊക്കെ ഇപ്പോൾ വന്ന് സിനിമയിലൊക്കെ പോലീസുകാരന്മാരെ വെറും മൊണ്ണകളായിട്ടാണ് കാണിക്കുന്നത്. എന്തൊരു കഷ്ടോടെ, അവരെ കൊണ്ടൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂലേടേ. ഭയങ്കര ശോകമാണ്. എന്തിനാണെങ്കിലും എനിക്കതാണ് പറയാനുള്ളത്. അവസാനമായിട്ടത് പറയാനുള്ളത്, പടമൊക്കെ നൈസൊക്കെ തന്നെയാണ്, പക്ഷേ കണ്ടവൻ്റെ ജീവിതത്തിൽ തലയിടല് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊക്കെ ഞാൻ വൃത്തികെട്ടവന്മാരായിട്ടുള്ള പലരും നമ്മുടെ ഇടയിലുണ്ട്. അവന്മാരൊക്കെ ചെയ്യുന്നതും അവന്മാരൊക്കെ എന്തുമാത്രം രീതിയിൽ ക്രിക്കറ്റാണെന്നൊക്കെ നമുക്ക് തന്നെ അറിയണം. സോ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ സെർലക് പരിപാടിയൊന്നും ചെയ്യാൻ പോവരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ അറിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനമായിട്ട്. ബാക്കി നിങ്ങളെ ഇഷ്ടം. ഞാൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഗോ ഹാവ് ഫൺ. ഇറ്റ്സ് എ ഗുഡ് ത്രില്ലർ, ഇറ്റ്സ് എ ഗ്രേറ്റ് ത്രില്ലർ ആക്ച്വലി. നല്ല ട്വിസ്റ്റുകളും ടേണുകളും നല്ല രീതിയിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നല്ല എൻഗേജ് ചെയ്ത് നമുക്കിരുന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ്. ബട്ട് അഗെയിൻ once again I'm telling you, it's a very dark subject, a very dark movie, but it was fun എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി പറഞ്ഞേക്കുക എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. എനിവേസ്, ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. ബൈ.